എനിക്ക് തോന്നുന്നു ജനിച്ചപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഡോക്ടർമാരടക്കം വിധി എഴുതി. അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായി, നമ്മൾ കേട്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര അത്ഭുതകരമായി ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പിന്നീട് അച്ഛൻ തൻ്റെ പഠനങ്ങളൊക്കെ സാധാരണ പോലെ പോകുന്നു, കുഴപ്പമില്ല. പക്ഷെ പിന്നീടും ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, ഇതുപോലെ അത്ഭുതകരമായി കൊണ്ടുവന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് പറയാൻ കാരണം, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുർബാനയെല്ലാം കഴിഞ്ഞ് ഒരു 5-ലൊക്കെ എത്തുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടായത്. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നൊരു സമയമായിരുന്നു. കാരണം അന്ന് 4ാം ക്ലാസ്സിൽ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് ഞാനൊരു പാട്ടൊക്കെ പാടി, എനിക്ക് സമ്മാനമൊക്കെ കിട്ടി. അതിന് ട്രോഫി അന്ന് അസംബ്ലിക്കാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ആ സന്തോഷമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓട്ടോയ്ക്ക് പോവുകയാണ്. സാധാരണ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ കൂടെയാണ് പോകാറ്. അപ്പോൾ അന്ന് അവിടെ എന്തൊരു പ്രോഗ്രാമിന് പോയതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഓട്ടോയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് പോയി സ്കൂൾ എത്താറാകുന്നതിന് മുമ്പ് ഒരു കയറ്റമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷയുണ്ട്. അത് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകുന്നൊരു ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ആ ഓട്ടോയും ഞങ്ങളുടെ ഓട്ടോയും ഒപ്പം എത്തിയപ്പോഴാണ് കയറ്റത്തിൽ ഇതിൽ നിന്ന് നേരെ ഒരു KSRTC ബസ് സ്പീഡിൽ വരുവാണ്. അപ്പോൾ ഈ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെങ്ങൾ അതിനു മുമ്പ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഞാൻ ഓട്ടോറിക്ഷ സൈഡിലിരിക്കുന്നു. ഇങ്ങോട്ട് വെട്ടിച്ചാൽ ഈ ഓട്ടോയ്ക്ക് തട്ടുമല്ലോ, നേരെ പോയ ബസ്സുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വലത്തേക്ക് പെട്ടെന്ന് വെട്ടിക്കുകയും ഞാൻ നേരെ തെറിച്ച് ബസ്സിൻ്റെ മുമ്പിലേക്ക് വീണു. KSRTC ബസ്സിൻ്റെ 2 ടയറിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീണ് കിടക്കുവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓട്ടോറിക്ഷ അപ്പുറത്ത് പോയി മറിഞ്ഞു വീണു. ഞാൻ ബസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ കണ്ണൊന്ന് ഓർക്കുമ്പോൾ ബസ്സിൻ്റെ അടിഭാഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഉടനെ ആൾക്കാരൊക്കെ ഓടി വന്നു, എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നെ പൊക്കിയെടുത്തുകൊണ്ട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ മുട്ടിയായിരുന്നോ? ബസ് ഒന്നും പറ്റിയില്ല, ബസ് മുട്ടിയിട്ടില്ല. ഞാൻ ബസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആശുപത്രി ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, കാലിലും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പെട്ടെന്ന് പേടിച്ച് എന്നെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മൂക്കിന് ചെറിയൊരു പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ, ചെറുതായിട്ട് താരെ കുറച്ച് തൊലി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും കൂടെ ആശുപത്രി വരുവാണ്. അപ്പോൾ ആശുപത്രി വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും ഇവർ സംസാരിക്കുകയാണ്. ഇവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമാണ്. അതാണ് എനിക്ക് കൂടുതലൊരു ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ട് തോന്നിയത്. അവർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഈ ബസ് ഓടിക്കുന്നതാണ്. ഇന്നേ വരെ ഞങ്ങൾ ഒറ്റ ചവിട്ടിന് ഈ ബസ് നിന്നിട്ടില്ല. KSRTC ആണല്ലോ, തീർച്ചയായിട്ടും അത് ഒത്തിരി പഴക്കമുള്ളൊരു ബസ്സും കൂടിയാണ്. അപ്പോൾ അവരൊത്തിരി ഗവൺമെൻറ്റിനോടൊക്കെ പറഞ്ഞാണ് ഈ ബസ് നന്നാക്കണം, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും സ്പീഡിൽ വന്നൊരു ബസ് ഇറക്കത്തേൽ ഒറ്റ ചവിട്ടിന് നിന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവർ വിചാരിച്ചു എന്തോ സംഭവിച്ചു, കൊച്ചിൻ്റെ കാറ്റ് തീർന്നു എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അവർ സമാധാനം പറയാൻ വേണ്ടി വന്നതാണ് ആശുപത്രിയിൽ. എന്നാലാണ് എനിക്കൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. തീർച്ചയായിട്ടും അത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ ഞാൻ തോന്നുകയാണ്. കാരണം അന്ന് യാതൊരുപാന കഴിഞ്ഞ സമയത്ത് തന്നെ യാതൊരുപാനിക്ക് പഠിപ്പിച്ച എൻ്റെ സിസ്റ്റർ ഞാനോട് എല്ലാവരോടും പറഞ്ഞിരുന്നു, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് വേണം നമുക്ക് ജീവിക്കാൻ. അപ്പോൾ അന്ന് സിസ്റ്റർ എനിക്കൊരു കൊന്ത തന്നിരുന്നു. ആ കൊന്ത എന്ന് ആ ഓട്ടോയിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് സിസ്റ്റർ പറഞ്ഞുകൊണ്ടാണോ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് ഏതായാലും കൊന്ത എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കീശാലും അല്ല, കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം ലഭിച്ചതായിട്ടാണ് ഇന്ന് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നമുക്കറിയാം വൈദികരുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ജീവിതത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോ എന്നെ അന്ന് കാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ഒരു രണ്ടാമത്തെ ഒരു തിരിച്ചുവരവായിരുന്നു, ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. അച്ഛൻ്റെ ഈ ഒരു സ്കൂൾ കാലഘട്ടം എല്ലാം പിന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണല്ലോ അച്ഛൻ സെമിനാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അസുഖത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അച്ഛന് പിന്നീട് ലൈഫിൽ ഉണ്ടായിരുന്നോ? സ്കൂൾ കാലഘട്ടത്തിലായാലും? സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഈ വായിൽ പല്ലുകൾ എനിക്ക് വളരെ കുറവായിരുന്നു. കാരണം മോണയ്ക്ക് തീരെ വലിപ്പം കുറവായിരുന്നു. അതുകൊണ്ട് പല്ല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നത്. മനുഷ്യന് 32 പല്ലുണ്ടെന്നാണ് പറയുന്നത്. 32 പോയിട്ട് ഒരു 15 പല്ല് പോലെ വരാനുള്ള സ്ഥലം എൻ്റെ വായിക്കില്ല. പക്ഷെ പല്ലൊക്കെ വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് പല്ല് കമ്പിയ ട്രീറ്റ്മെൻറ്റ് 10ാം ക്ലാസ് 6 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടല്ല, എന്നെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തിരിയാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ് ഊക്കും ട്രോളെന്നൊക്കെ പറയുന്നതുപോലെ അന്ന് വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. എങ്കിൽ പോലും ഒരുപാട് ഇങ്ങനെ കളിയാക്കലും പരിഹാസങ്ങളും. പിന്നെ ഞാൻ പൊതുവെ നമ്മൾ കുഞ്ഞിതാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സെമിനാരിയിൽ ചെന്നാൽ പിന്നെ
ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. സംസാരത്തിന്റെ ബുദ്ധിമുട്ട് അത് സെമിനാരിയിലേക്കുള്ള പ്രവേശനത്തിന് ബുദ്ധിമുട്ടായിരുന്നു? പ്രവേശനത്തിന് അത് ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല. കാരണം എപ്പോഴും തിരിയാത്ത അവസ്ഥയല്ല, ചില സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ തിരിയുകയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും ഒറ്റ മോനായിട്ട് കൂടെ എന്നെ സെമിനാരിൽ എടുത്തു. തീർച്ചയായിട്ടും അതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ സെമിനാരി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നമുക്ക് ആദ്യത്തെ കുറച്ച് കാലം നമുക്ക് സംശയം, ഇത് തന്നെയാണ് എൻ്റെ വിളി, ഞാൻ എൻ്റെ അപ്പച്ചനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം പോകുന്നതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിലും അത് കുറച്ചും കൂടെ ഉറപ്പായ 1-2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ പറയാം, എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മയും പാട്ടുകാരാണ്, അവർ മ്യൂസിക് ടീച്ചേഴ്സാണ്. അവർ 50 വർഷമായി പള്ളിയിൽ പാട്ട് പാടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പാരമ്പര്യമായിട്ട് പാട്ട് പാടാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. ഞാനായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഇന്നേ വരെ ഞാൻ പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല. കീബോർഡും ഇപ്പം ഞാൻ അത്യാവശ്യമൊക്കെ വായിക്കാറുണ്ട്, കീബോർഡും ഗിറ്റാറൊക്കെ വായിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ സെമിനാരിൽ ചെന്ന് അച്ഛനാവാൻ വേണ്ടി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് കഴിവൊക്കെ ദൈവം തന്നത്. ഇന്ന് ഞാൻ കീബോർഡ് ഞാൻ ഏത് പാട്ടും എങ്ങനെയാണ് ഞാൻ വായിക്കും, പട്ടത്തിന് വായിക്കാൻ പോകാറുണ്ട്, കല്യാണത്തിന് പോകാറുണ്ട്, മറ്റു പരിപാടികൾക്ക് ഞാൻ കീബോർഡ് വായിക്കാൻ പോകാറുണ്ട്. പക്ഷേ ഞാനത് പഠിച്ചിട്ടില്ല. അതിൻ്റെ ABCD ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിപ്പോൾ സ്കൂളിൽ ഈ കീബോർഡൊക്കെ പഠിക്കുന്ന പിള്ളേർ വന്ന് എന്നോട് ഇന്ന കാര്യം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഏത് പാട്ടും ഞാൻ വായിക്കും. അപ്പോൾ അതെനിക്ക് സെമിനാരിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ദൈവം തന്നൊരു കൃപയായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെയാണ്. അത് ആര് പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാതെ ഇതെല്ലാം ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജീവിതത്തിലൂടെ ആത്മാക്കളെ നേടാൻ വേണ്ടി ദൈവം എനിക്ക് തന്നൊരു കഴിവാണിത്. ഞാനിപ്പോൾ അത്യാവശ്യം പടം വരയ്ക്കും, കീബോർഡ് വായിക്കും, ഗിറ്റാർ വായിക്കും, പാട്ടും പാടുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് അങ്ങനെ ലഭിച്ച കഴിവുകളായിട്ട് ഞാൻ കാണുന്നത്. ഇതൊന്നും എൻ്റെ കഴിവല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യുവാനായിരിക്കും. അതെനിക്ക് ഇപ്പോഴെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇത് വന്നതുകൊണ്ട് ദൈവം എനിക്ക് തന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുക. ഈ സെമിനാരി കാലഘട്ടത്തിൽ ഏതെങ്കിലും ദൈവം ഇതുപോലെ തൊട്ട അനുഭവങ്ങൾ എന്തെങ്കിലും അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സെമിനാരി കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന പരിപാലിക്കുന്ന അവസ്ഥകൾ. കാരണം ഞാൻ അച്ഛനാകുന്നതിനൊരു 2-3 വർഷം മുമ്പ് എനിക്കൊരു താടിയിൽ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നു. അത് ഈ ചെറുപ്പത്തിനുണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി 1 വർഷം ഞാൻ ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സെമിനാരിൽ പോകുന്നു, ഇനി അച്ഛനാവാനായിട്ട് പോവുകയല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. വീട്ടുകാരാണെങ്കിൽ പോലും ഞാൻ പോകുന്ന രീതിയിലൊക്കെ അവരും ചിന്തിക്കാനൊക്കെ തുടങ്ങി. അവരെനിക്ക് വേണ്ടി ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ എൻ്റെ പാപ്പനെ അച്ഛനുണ്ടെന്ന് പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ ഒരു പക്ഷേ ദൈവം ഇങ്ങനെ ക്രമീകരിച്ചതായിരിക്കും, വീട്ടിൽ അപ്പനും അമ്മയും തന്നെയല്ലോ, അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ ക്രമീകരിച്ചതായിരിക്കും. അതുകൊണ്ട് നീ ഇനിയിപ്പം സെമിനാരിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ട, ഞാൻ നിനക്ക് ക്രൈസ്റ്റിൽ അങ്ങനെ ഈ ഡിഗ്രിക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു, ക്രൈസ്റ്റിൽ സീറ്റ് മേടിച്ച് തരാം, MBA ഒക്കെ പഠിക്കാൻ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിക്കുന്നു. അങ്ങനെയൊക്കെ. പക്ഷെ അന്നും മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ താടിയിൽ നീട്ടം കുറവായിരുന്നു. അപ്പം അതിൻ്റെ ഈ പണ്ടുണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത ഇപ്പോഴും സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അത് പെർമനന്റ് ആയിട്ട് അങ്ങനെ അതങ്ങനെ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ലേ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അച്ഛാ, പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെ ഈ ഒരു സെമിനാരി ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ, അതല്ലെങ്കിൽ ആ ഒരു സെമിനാരി ലൈഫിലുണ്ടായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കറിയാം, സെമിനാരി ജീവിതം എന്ന് പറയുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു ജീവിതമാണല്ലോ. തീർച്ചയായിട്ടും ഈ 12 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാ തരത്തിലും പെർഫെക്റ്റാക്കി വാർത്തെടുക്കുന്നൊരു ജീവിതമാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് എനിക്ക് സംസാരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, സംസാരിക്കേണ്ട ബുദ്ധിമുട്ടല്ല, പക്ഷേ പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തിരിയാത്തൊരവസ്ഥകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. എൻ്റെ സംസാരത്തിൻ്റെ രീതി കൊണ്ടാവാം, പല കാര്യങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അതിലൊത്തിരിയേറെ വിഷമങ്ങളും പ്രയാസങ്ങളും കളിയാക്കലുകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറുപ്പത്തിലുണ്ടായ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അച്ഛനാകുന്നതിന് 2 വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ എൻ്റെ താടിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ 1 വർഷത്തേക്ക് ഞാൻ സെമിനാരിൽ നിന്ന് ബ്രേക്കും എടുത്തു. അപ്പോൾ ഇത് അറിയാവുന്നവർക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് ബ്രേക്ക് എടുത്തത്. അല്ലാത്തവരെ സംബന്ധിച്ച് ഏഷ്യയിലെ സെമിനാരിൽ നിന്ന് പോയി എന്നൊരു ചിന്തയാണ്, വാർത്തയായിരുന്നു പൊതുവെ എല്ലാവരും പറഞ്ഞത്. പിന്നെ നമുക്ക് എല്ലാവരോടും ഡീറ്റെയിലായിട്ട് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, നിർബന്ധമല്ലായിരുന്നു, പക്ഷേ അത് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ചെയ്യണമായിരുന്നു എന്നവർ പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എൻ്റെ താടിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പോയി എന്നുള്ള ചിന്തയിലേക്ക് വന്നു. പലരും ഇപ്പോൾ വീട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എന്നാൽ പിന്നെ പോയെങ്കിൽ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് എന്നാൽ പിന്നെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പഠനം, അതിനിപ്പോൾ MBA പഠിക്കാൻ പോകണമെങ്കിൽ അങ്ങനെ ക്രൈസ്റ്റിൽ ബാംഗ്ലൂർ സീറ്റ് വരെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ടായിരുന്നു, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അശേഷം പോലും എനിക്ക് മാറി പോകണമെന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ സാവധാനം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെമിനാരിലേക്ക് എൻ്റെ തൊട്ട് ജൂനിയർ ബാച്ചിൻ്റെ കൂടെയാണ് ഞാൻ
വീണ്ടും പോയി ഞാൻ ജോയിൻ ചെയ്തത്. അതായത് സെമിനാരിൽ വീണ്ടും പോയി ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു വർഷക്കാലം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ആൾക്കാരുടെ വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചു. ഒരുപക്ഷെ കുറെ കൂടെ ഈ ജീവിതത്തിൽ ഒന്ന് സ്ഥിരപ്പെടാനായിട്ട് എനിക്ക് ആ ഒരു വർഷം ഇടയായിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ മനസ്സിൽ ഒട്ടും ഒരു സംശയമേ ഉണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും ഞാൻ പോകും, അല്ലെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്നുള്ളത് ഉറപ്പായിരുന്നു. വളരെ അത്യാവശ്യമുള്ള ഒരു ആ സമയം, ആ ഒരു സർജറി ആ സമയത്ത് തന്നെ നടത്തണമെന്നായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞു, ചെയ്യുവാണെങ്കിൽ ഈ സമയത്ത് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് പിന്നെ ഒത്തിരി പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുന്നവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തത്. അപ്പോൾ നമ്മൾ സെമിനാരിയിൽ റെക്ടറേഷനോടൊക്കെ അവരൊക്കെ അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നോ ഇനി ഐഷിൽ പോയാൽ തിരിച്ചു വരുമോ എന്നുള്ളത്? ഇല്ല, അങ്ങനെ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു.